ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങ മരത്തിന് എങ്ങനെയാണ് മുരിങ്ങാത്തോലി ചെത്തിയെടുക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ മുരിങ്ങ മരം നമ്മൾ വെട്ടി കളഞ്ഞൊരു മരമാണ്. ഇപ്പം രണ്ടാമത് അതിൽ നിന്ന് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തോ ഒരു ആവശ്യം വന്നപ്പോഴേക്കും നമ്മൾ ആ വലിയൊരു മുരിങ്ങ മരം വെട്ടിക്കളഞ്ഞതാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ മുരിങ്ങാത്തോല് ചെത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങാത്തോല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മുളകിറച്ചി ഉണ്ടാക്കാൻ, അതായത് വിന്താലു ഇറച്ചി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു മുരിങ്ങാൻ്റെ തോല് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതറിയാത്ത എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനിരിക്കുന്നത്. പിന്നെ വിന്താലുവർച്ചിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങാത്തോല് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ മുരിങ്ങ മരം രണ്ടാമത് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിന് ഒരു ആവശ്യമായിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങൻ്റെ മരം നമുക്ക് വെട്ടിക്കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം. എന്തായാലും ഇതങ്ങോട്ട് വാടിപ്പോയില്ല കേട്ടോ, അതുകൊണ്ട് ഗുണം ചെയ്ത്. അപ്പോൾ നമ്മുടെ വലിയൊരു മുരിങ്ങ മരമായിരുന്നു ഇതേ കണ്ടു ഇത്രയും വെട്ടി, പക്ഷെ അത് നല്ല രീതിക്ക് ഉണങ്ങിയിട്ടു. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്താലോർച്ച ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ 2-3 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചി നമ്മൾ നല്ല രീതിക്ക് മുളകൊക്കെ ഇട്ട്, ഇഞ്ചി മുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഈ മുരിങ്ങാത്തോല് ചെത്തി അതിൻ്റെ തോല് വശം നല്ല രീതിക്ക് ചീവി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഉരലിട്ടിട്ട് ഇടിച്ചെടുക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇത് പേസ്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചതച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ ബിന്ദാലുവിന് വേണ്ട കൂട്ടുകളൊക്കെ ഉണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, മെയിനായിട്ട് കടുക്, പിന്നെ നമ്മുടെ മുരിങ്ങാത്തോൽ കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മുരിങ്ങാത്തോലാണ് വേണ്ടത്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഒത്തിരി തവണ ഈ വിന്താലുവിൻ്റെ ഇറച്ചി ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ. പല നാട്ടിലും ഈ വിന്താലു മുളകിറച്ചി പല പല പേരിലാണ് നമ്മുടെ ഈ ഇറച്ചി അറിയപ്പെടുന്നത് കേട്ടോ. എന്തായാലും സംഭവം കിടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് അതൊക്കെ വഴറ്റിയെടുത്തു. പിന്നെ നമ്മുടെ ഇറച്ചിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ട്, അപ്പം നമ്മുടെ മുളകിറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.